പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച തഖ്വയുമായി ബന്ധപ്പെട്ട ഖുത്ബയായിരുന്നുവല്ലോ. തഖ്വ പോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അല്ലാഹുവിന് ശുക്ർ കാണിക്കുക, നന്ദിയുള്ള അടിമകളാവുക എന്ന കാര്യം. നന്ദിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട്. നന്ദി ആവശ്യമില്ലാതെ വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിലൊക്കെയുണ്ട്. യുക്തിവാദികളുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും, ഒറ്റപ്പെട്ട വ്യക്തികളെങ്കിലും നന്ദി ആവശ്യമില്ലാത്ത ഒരു വികാരമാണ് എന്ന് പറയുന്ന ആളുകൾ. എന്നാൽ നന്ദിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ചിന്തകൾ ഖുർആനിലും പ്രവാചക തിരുമേനിയുടെ സംഭവബഹുലമായ ജീവിതത്തിലും നമ്മൾ കാണുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷാ ബീവി ചോദിച്ചൊരു ചോദ്യവും പ്രവാചക തിരുമേനിയുടെ ഉത്തരവും നമുക്കെല്ലാവർക്കും അറിയാം ഏറെക്കുറെ. ആയിഷാ ബീവി ചോദിച്ചു, എന്തിനാണ് കാലിൽ നീര് കെട്ടുമാറ് നിന്ന് ക്ഷീണിച്ച് നമസ്കരിക്കുന്നത്? എന്തിനാണ്? വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ സകല പാപങ്ങളും അല്ലാഹു അങ്ങുന്നിന് പുറത്തു തന്നിട്ടുണ്ടല്ലോ, പാപമുക്തനാണല്ലോ അങ്ങ്, എന്തിനാണ് കാലിൽ നീര് കെട്ടുമാറ്, ക്ഷീണിക്കുമാറ്, ഇത്ര പ്രയാസപ്പെടുമാറ്, രാത്രി ദൈർഘ്യമേറി നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ. പ്രവാചക തിരുമേനിയുടെ മറുപടി, നന്ദിയുള്ള ഒരടിമയായി കാണാൻ എന്തുകൊണ്ട് എനിക്ക് ആഗ്രഹിച്ചുകൂടാന്ന്. അപ്പം നന്ദിയുള്ള ഒരു അടിമയാവുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അത്തഹിയ്യാത്തിന്റെ ഒടുവിലോ അല്ലെ സലാം വീട്ടിയതിന് ശേഷമോ നമ്മൾ പറയുന്ന വാചകമാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ, നല്ല രൂപത്തിൽ നിന്നെ ഓർക്കാൻ, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ നിന്നോട് നന്ദി കാണിക്കാൻ, നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യാനൊക്കെ നാഥ അതിനുള്ള തൗഫീഖ് ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥന. അപ്പൊ നന്ദി കാണിക്കുന്ന ഒരു അടിമയാവുക എന്നത് വളരെയേറെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. നാം വളരെ ചിന്തിക്കേണ്ട ചില പോയിന്റുകളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇൻസാനിൽ, ഇൻസാൻ മനുഷ്യൻ എന്ന് പറയുന്ന അധ്യായം, സൂറത്ത് ദഹർ എന്ന് പറയുന്ന അധ്യായം, ആ അധ്യായത്തിൽ തന്നെ അതിന്റെ തുടക്കത്തിലെ 3 വചനങ്ങളിൽ ഗൗരവമായി മനുഷ്യനെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രസ്താവ്യമായ ഒന്നുമല്ലാത്തൊരു കാലഘട്ടം, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അഡ്രസ് ഇല്ലാത്തൊരു കാലഘട്ടം, അതായത് പിതാവും മാതാവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ സൈക്കോട്ട് രൂപപ്പെടുന്നതിന് മുമ്പ് സിക്താണ്ഡം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു കുഞ്ഞിന്റെ ബീജം അല്ലെങ്കിൽ ഇന്ദ്രിയം, അത് പിന്നെ ബീജമായി മാറി, അത് പിന്നെ അണ്ടമായി മാറി, അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ അത് വളർത്തിക്കൊണ്ടുവരുന്നു. നമുക്ക് ആർക്കും അതിൽ പങ്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അങ്ങനെ ഒരു കാലഘട്ടം നിനക്ക്, നീ ഒന്ന് ഓർക്ക്, അറമാദിച്ച് ജീവിക്കുന്നിടയിൽ നീ ഒന്ന് ഓർക്ക്. എന്താ ഓർക്കേണ്ടത്? പ്രസ്താവ്യമല്ലാത്ത, അഡ്രസ് ഇല്ലാത്ത, പറയപ്പെടാനില്ലാത്ത, ആധാർ കാർഡില്ലാത്ത, ID കാർഡില്ലാത്ത, പാസ്പോർട്ട് ഇല്ലാത്തൊരു കാലഘട്ടം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? തീർച്ചയായും ഉണ്ടെന്നാണ് അവിടെ അല്ലാഹു പറയുന്നത്. അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. മിശ്രിതമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചില്ലേ? അതൊരു അത്ഭുതകരമായ പ്രസ്താവനയാണ്. പ്രത്യേകിച്ച് ആ കാലയളവിലെ ഈ പ്രസ്താവന ഒരു വലിയ സയൻസ് കൂടി പഠിപ്പിക്കുകയാണ്. കാരണം അന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന, അന്ന് ജൂത ക്രിസ്ത്യാനികൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസം എന്താണ്? ആർത്തവ രക്തത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് വിശ്വസിച്ചൊരു കാലഘട്ടം. നോക്കൂ, ഏറ്റവും വലിയ ശാസ്ത്രവിരുദ്ധത വിശ്വസിച്ചിരുന്ന ഒരു കാലം. സ്ത്രീയാണ് ഒരു കുഞ്ഞിന്റെ എല്ലാം.
എന്ന് വിശ്വസിച്ച പുരുഷന് പങ്കില്ലെന്നും അല്ലെങ്കിൽ പുരുഷനാണ് എന്നൊക്കെ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നൊരു കാലത്ത് കൃത്യമായ സൂചന നൽകുകയാണ് ഖുർആൻ. മിശ്രിതമായ ഇന്ദ്രിയത്തുള്ളി, പുരുഷന്റെ പങ്കും സ്ത്രീയുടെ പങ്കും അല്ലാഹ് നിഷേധിച്ചില്ല. സയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? XX ക്രോമസോമും XY ക്രോമസോമും ഉണ്ട്. അതായത് XYയിലെ Y, പുരുഷനിലെ Y എക്സുമായി കൂടി ചേർന്നാൽ അത് ആൺകുട്ടിയാണ്. ഇനി സ്ത്രീയിലെ എക്സും പുരുഷനിലെ എക്സും കൂടി ചേർന്നാലോ അത് പെണ്ണാണ്. അപ്പം ഇതിന്റെ ഒരു പ്രധാനമായ കാര്യം അതാണ്. മാത്രവുമല്ല, പുരുഷൻ ശപിക്കപ്പെടുന്ന ഇന്ദ്രിയം 2 മില്ലി ലിറ്റർ ഇന്ദ്രിയമാണ് ഒരു സമയത്ത് ഉണ്ടാവുക. അപ്പൊ അതിൽ കോടിക്കണക്കിന് ബീജഗണങ്ങളുണ്ട്. അതിൽ ലക്ഷണമൊത്തൊരു ബീജമാണ് അണ്ഡവുമായി കൂടിച്ചേരുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ലക്ഷണമൊത്ത ബീജത്തെ അണ്ഡവുമായി കൂട്ടിച്ചേർക്കുന്ന വ്യവസ്ഥയിൽ നമുക്ക് ആർക്കും പങ്കില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ എടുത്ത ഒരു മാതാവിന് ഒരാൾ സീറ്റ് ഒഴിഞ്ഞു കൊടുത്താൽ, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ താത്തേ എന്ന് പറഞ്ഞാൽ, അല്ലെ അമ്മേ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ പറയുന്നത് താങ്ക്സ് നമ്മൾ പറയും. ഒരു ചെറിയ കാര്യമാണ് ഉണ്ടായത്. ബസ്സിൽ ഒരു സീറ്റ് തന്നു. നമ്മളൊരു ഹോസ്പിറ്റലിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരാൾ സഹായമായി. മെഡിസിൻ വാങ്ങിക്കൊണ്ടുവരാൻ ആരുമില്ല. അപ്പൊ തൊട്ടപ്പുറത്തെ ബെഡ് കിടന്നിരുന്ന ഏതോ ഒരു മനുഷ്യൻ, ജാതി മതമൊന്നുമില്ല, നമുക്കത് വാങ്ങിത്തന്നാൽ ആ നന്ദി നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒരാൾ പാസ്പോർട്ട് എടുത്ത് നമുക്ക് വിസ തന്നു, നമ്മളെ ഗൾഫ് കൊണ്ടുപോയി, ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നത്, ആർക്കും മനസ്സിലാകുന്ന ചെറിയ കാര്യമാണ്. അതിലൊക്കെ ഒരു നന്ദി നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാൽ വേറെ ആർക്കും പങ്കില്ലാത്തതും റബ്ബ് മാത്രം നമുക്ക് തന്നതുമായ കാര്യത്തിൽ, ഞാൻ പറയുന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ ആർക്കും നമുക്ക് തരാൻ കഴിയാത്തതും റബ്ബ് മാത്രം നമുക്ക് തരുന്നതുമായ കാര്യത്തിൽ നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നു? ഇന്നത്തെ വെള്ളിയാഴ്ച നമുക്ക് ഗൗരവമായി ആലോചിക്കാനുള്ള കാര്യം അതാണ്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, ഇങ്ങനെ മിശ്രിത തുള്ളി എന്നൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. 3-ാമത്തെ വചനമാണ്, 76-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനമാണ്. നമ്മുടെ ഖുത്ബയിലെ ആദ്യത്തെ ഖുർആനിക വചനമാണ്. അപ്പൊ അവിടെ അള്ളാഹ് പറയുന്നത്, പൊന്തി നിൽക്കുന്ന പ്രകടമായ വഴി അവന് കാണിച്ചു കൊടുത്തില്ലേ, ധാർമ്മികതയുടെ. അധർമ്മം എന്താണ്, ധർമ്മം എന്താണ്? ഇസ്ലാം എപ്പോഴും ആ മാനദണ്ഡത്തിലാണ്. അള്ളാഹു ധർമ്മം എന്ന് പറഞ്ഞത് നാട്ടുകാർ അധർമാക്കിയാൽ ഇസ്ലാമിന് അത് അധർമാവില്ല. അത് നമ്മൾ എക്കാലഘട്ടത്തിലും തുറന്നു പറയേണ്ടതാണ്. തുറന്നു പറയാത്തതിന്റെ എല്ലാ ദുരന്തവും നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിലെ നിലപാട് എന്നതാണ് എന്ന് പറയാൻ മുസ്ലിങ്ങളില്ല. കാരണം ഇസ്ലാമിൽ ആ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ്. അവർ വളരെ ന്യൂനപക്ഷമാണ് ഇസ്ലാമിനെ കറക്റ്റ് ഫോളോ ചെയ്യുന്നത്. ആ ന്യൂനപക്ഷം ഒറ്റപ്പെട്ടവരാണ്, അവരെ എണ്ണത്തിൽ വളരെ കുറവാണ്. യഥാർത്ഥ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ വളരെ കുറവാണ്. അപ്പൊ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അവരൊക്കെ മുസ്ലിങ്ങളാണല്ലോ, അവർക്കൊക്കെ നേതാക്കന്മാരുണ്ടല്ലോ എന്നാണ് ബാക്കിയുള്ള ഇതര മതക്കാരൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറയാണ്, ഈ വഴി തൗഹീദ് എന്താണ്, ക്ലാരിറ്റി വരുത്തി ഇസ്ലാം. അത്ഭുതകരമാണ്. ഞാൻ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായം പല ഉരു വായിച്ച് മുന്നോട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ, വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്നും വായിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു ദർഗയെ കുറിച്ച്, ഒരു ദർഗയിലെ മഹാന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന അരവാചകം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും പൂർവകാലത്ത് മരിച്ചുപോയ ഒരു നബിയെ കുറിച്ച് പറയുകയും ആ നബിയുടെ ദർഗയിൽ പോയാൽ നിങ്ങൾക്ക് കുട്ടിനെ കിട്ടും, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു തരും, അള്ളാഹുവിനെ സ്വാധീനിച്ച് അയാൾ അത് വാങ്ങിത്തരും എന്നൊരാശയമുള്ള ഒരവാചകം 114 അധ്യായം മരിച്ചു പെറുക്കിയാൽ ഒരാൾക്ക് കാണാൻ കഴിയും. ഏത് ഉസ്താദ് ആയിക്കോട്ടെ, ഏത് ഗ്രാൻഡ് മുഫ്തി ആയിക്കോട്ടെ, ഒരു ചെറിയ കുട്ടിക്ക് ഈ വെല്ലുവിളി വിളിക്കാം. നാവുകൊണ്ട് സംസാരിക്കാൻ അറിയുന്ന 4 വയസ്സുള്ള ഒരു കുട്ടിക്കും ഉസ്താദിനോട് ചോദിക്കാം, ഉസ്താദെ അങ്ങനെ ഒരു വാചകം അള്ളാന്റെ ഗ്രന്ഥത്തിലുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. മൗജിദത്തിന്റെയും കറാമത്തിന്റെയും പേരിൽ അത് മരിച്ചാൽ അത് തുടരും, അതവർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിങ്ങൾ തേടിക്കോളൂ, അതിൽ കുഴപ്പമില്ല എന്നൊരു വചനം പറയാൻ അള്ളാഹ്ക്ക് സാധിച്ചില്ലേ? അങ്ങനെ ഒരു ആശയം ഇസ്ലാമാണെങ്കിൽ പടച്ചോൻ അങ്ങനെ ഒരു വാചകം ഇറക്കാൻ കഴിയില്ലേ? എല്ലാവരും ചിന്തിച്ചു നോക്ക്. എന്തല്ലാത്ത ഉസ്താദുമാരുടെ നാവിൽ മാത്രം നിലനിൽക്കുകയും അള്ളാന്റെ ഗ്രന്ഥം പരിശോധിച്ചാൽ ഒരു വാചകം പോലും അങ്ങനത്തെ കാണാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്?
1.25 ലക്ഷത്തോളം നബിമാരിലെ അന്തിമനായിരുന്നല്ലോ റസൂലുള്ള. ആ റസൂലുള്ളാഹിനോട് വരെ ഇബ്രാഹിം നബിയോട് ചോദിച്ചോ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ എന്തുകൊണ്ട്? ഇറാ ഗുഹയിൽ ഭയചകിതനായ അബൂബക്കർ സിദ്ദീഖിനോട് നമ്മുടെ കൂടെ ഇബ്രാഹിം നബി ഉണ്ടെന്ന മനുഷ്യരെ നിങ്ങൾ ആലോചിക്കും. സൗദിയിലെ ജയിലിൽ കഴിഞ്ഞൊരുത്തനെ CM വലിയുള്ള രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു പകരാക്സന് പ്രസംഗിക്കുന്നു. അതേ പകരാക്സന് വിശ്വസിക്കുന്ന ഉസ്താദോ പ്രോപ്പർ ചാനലിൽ അതിനുവേണ്ട ദുനിയാവിലെ വ്യവസ്ഥകളുണ്ടല്ലോ, ആ വ്യവസ്ഥ അനുസരിച്ചല്ലാതെ അദ്ദേഹത്തിനോട് CM-നോട് പറഞ്ഞേച്ചാ പോരെ. ഒരു പെണ്ണിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച സോഷ്യൽ മീഡിയ. എന്നാലും ചിന്തിക്കില്ല നമ്മൾ ആളുകൾ. അപ്പോഴും ചിന്തിക്കാൻ സ്തുതിപാഠകരായ മന്ദബുദ്ധികളല്ലാതെ മനുഷ്യന്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനോളം വലിയൊരു ദുഃഖം എന്താ ഉള്ളത്? പടച്ചോൻ എന്ന ഏറ്റവും വലിയ നിയമത്താണ് തലച്ചോറ് ഉപയോഗിക്കുക എന്നുള്ളത്. ആലോചിച്ചു നോക്ക്. അതായത് സൗദി അറേബ്യയിലെ ജയിലിലുണ്ടായിരുന്ന ഒരാളെ അവിടെ പോയി കയ്യും പിടിച്ചു വന്ന് മരിച്ചുപോയ CM മടവൂരി എന്ന് വിശ്വസിക്കുന്ന ഒരു കൗമ് ഏറ്റവും ക്രെഡിറ്റ് എടുക്കാവുന്ന ഒരു അവസരത്തിൽ ആ കയ്യും പിടിച്ചിങ്ങ് പോന്നാ പോരെ അവിടുന്ന്? ചിന്തിക്കൂല. ആ ഭാഗം പറയാ അയ്യേ അങ്ങോട്ട് ചിന്തിക്കൂല. വല്ലാത്തൊരു. ഞാൻ പലപ്പോഴും പല പ്രസംഗത്തിലും പറയുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. പെരിച്ചായി തലച്ചോറ് തിന്നാനുള്ള അവസ്ഥ ഭയങ്കരമാണ്. ഈ പെരിച്ചായി തലച്ചോറിൽ കയറിയിട്ട് കംപ്ലീറ്റ് തിന്നു കളഞ്ഞാൽ പിന്നെ ശൂന്യായിരിക്കും. കാണാനൊരു തലയും കണ്ണും ചെവിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ സംഗതി വർക്ക് ചെയ്യാതായി പോകും. പെരിച്ചായി തലച്ചോറ് തിന്നൂല നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ എന്തിനാ അപ്പം അത് ഉപയോഗിച്ച്? ഓനൊരു ഇറിറ്റേഷൻ ഉണ്ടാകാൻ അത് അങ്ങനെ കണ്ട ഒരു ഇത്. എന്നിട്ടോ എന്റെ തലച്ചോറ് വർക്ക് ചെയ്യെങ്കിൽ വർക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. നമ്മള് അത് പറയുമ്പോഴാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു നന്ദി കെട്ടവൻ? നമ്മുടെ വിഷയം അതായതുകൊണ്ടാട്ടോ നന്ദി കെട്ടവൻ എന്ന് വിളിച്ചത് ആരെ അറിയോ? ഔലിയാക്കളെ പിന്നാലെ പോകുന്നവരെ. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഖുർആനിൽ? അള്ളാനെ വിട്ടിട്ട് ഔലിയാക്കളെ പിന്നാലെ പോകുന്നവരെ അള്ള വിളിച്ചത് എന്താ അറിയോ? ലാലിമ്. അള്ള വിളിക്കേണ്ട ആലിമ് എന്നല്ലേ? ഇവിടെ ആളുകളുടെ വാദപ്രകാരം എന്താ വിളിക്കേണ്ടത്? അള്ളാനെ മറന്നിട്ട് ഔലിയാക്കളെ മാത്രം പറഞ്ഞ് ഔലിയാക്കളെ പിന്നാലെ പോകുന്നവരെ അള്ള എന്താ വിളിച്ചത്? വായിക്കില്ല, നമ്മുടെ കൗമ വായിക്കില്ല അള്ളാന്റെ ഗ്രന്ഥം. 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ തുടക്കത്തിലെ 3-ാമത്തെ വചനം തന്നെ എന്താ? നമ്മളത് കേട്ടു നോക്കി. അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. നിങ്ങൾ നേർക്ക് നേരെ അതിന്റെ അർത്ഥം വെച്ച് നോക്കിയേ. അലാലില്ലാഹി ദീനുൽ ഖാലിസു, നിഷ്കളങ്കമായ കീഴ്വണക്കം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് നിങ്ങൾ അറിയണം. എന്നിട്ടോ വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ അവരെന്തേ പറയുന്നത്? ഈ ഔലിയാക്കളെ സ്വീകരിച്ചപ്പോൾ അവർക്കൊരു ന്യായം ഉണ്ടായിരുന്നു. എന്താണ് ആ ന്യായം? ആ ന്യായം വേറൊന്നുമല്ല. അവർ പറയുന്നത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അവർ അള്ളാഹനെ വിട്ടിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ പറയുന്ന അള്ളാന്റെ അടുത്ത് ഇവർ ഞങ്ങളെ സാമീപ്യമുള്ളവരാക്കും, പടച്ചോനിലേക്ക് കൂടുതൽ അടുത്ത ഈ മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും. ശരി, ഈ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ? നോക്കൂ നിങ്ങൾ. ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. ഒരു നന്ദി കെട്ടവനെയും വഴിവെച്ചവനെയും അള്ള ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരാ നന്ദി കെട്ടവൻ? ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ബാലുശ്ശേരി കടുപ്പിച്ച് പറഞ്ഞു. അള്ള പറയാൻ നന്ദി കെട്ടവനാണ് അവൻ. ആര്? അള്ള. എന്തുകൊണ്ടാ പറയുന്നത്? അത് അതിന്റെ മുകളിലും താഴെ അള്ള പറയുന്നുണ്ട്. ആകാശം സൃഷ്ടിച്ചതിൽ അവർക്ക് പങ്കില്ല, ഭൂമിയെ സൃഷ്ടിച്ചതിൽ അവർക്ക് പങ്കില്ല, നക്ഷത്രങ്ങൾ വിന്യസിച്ചതിൽ അവർക്ക് പങ്കില്ല, ഈ ഭൂമി നിലനിൽക്കുന്നതിൽ അവർക്ക് പങ്കില്ല, ഇവിടെ ഓക്സിജൻ സംവിധാനിച്ച അവർക്ക് പങ്കില്ല, ഇവിടെ ഒരു വസ്തുവിലും അവർക്ക് എന്തില്ല. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. ആ ആയത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആയത്ത് ഏതറിയോ? ഇത് സൂറത്തുൽ ലുഖ്മാനിലെ 10-ാമത്തെ വചന. അതിലെ 11-ാമത്തെ വചനം എന്താ അറിയോ നിങ്ങള്? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് വമൻ യശ്കുറു ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നിങ്ങൾ ആരെങ്കിലും ഖുർആനെ ഹഖ് തിലാവത്ത് നടത്തിയാൽ ഞാൻ പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിപ്പോയിട്ടുണ്ട്. ഈ ഉമ്മത്തിനെ കുറിച്ച് ഈ ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് അതിലെന്താ പറയുന്നത്? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാനുൽ ഹക്കീമിന് തത്വജ്ഞാനം നൽകിയിരിക്കുന്നു. എന്താ? അനിഷ്കുർ ലില്ലാഹ്, അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അപ്പൊ ഔലിയാക്കളെ പിന്നാലെ പോകുന്നവരാരാണ്?
നന്ദി കെട്ടവരാണ്. ഓൻ SSF എന്ന് പറഞ്ഞാലും SKSSF എന്ന് പറഞ്ഞാലും ഓൻ സമസ്ത എന്ന് പറഞ്ഞാലും ഓൻ സംസ്ഥാന എന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ നന്ദി കെട്ടവരാണ്. കാരണം ഇവരെ ഏത് ഔലിയാന്റെ പിന്നാലെ പോകുന്ന ഔലി ഒരു മുട്ടുസൂചി സൃഷ്ടിച്ചിട്ടില്ല. അതാണ് അള്ളാഹ് അവിടെ പറയുന്നത്, ഹാദാ ഖൽഖുല്ലാഹ്, ഈ മേലെണ്ണിയൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ്. ഫഅറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ, മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ പോയ ഔലിയാക്കൾ ഒരു മുട്ടുസൂചി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ എന്നല്ല പറയാം. ഇതൊക്കെ അള്ളാന്റെ ഖുർആൻ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നില്ല ഇതൊക്കെ ഖുർആനിലുണ്ടായി, കാന്തപുരം ഇത് കാണുന്നില്ലേ? കാന്തപുരം ഖുർആൻ തന്നെ കണ്ടിട്ടുണ്ടോന്നുള്ളത് എനിക്ക് സംശയമാണ്. നിങ്ങൾ പറയും ഞങ്ങൾ അയാളെ കയ്യിലെടുത്തിട്ടുണ്ടാവും, അയാളെ മുന്നിൽ ഓതിയിട്ടുണ്ടാവും. പക്ഷേ അയാൾ ഓതിയത് ഹക്ക തിലാവത്തല്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. ആ ഹക്ക തിലാവത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഈ വചനം കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനുഷ്യൻ കേടുവരും? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം മനുഷ്യനെ നയിക്കുന്നു എന്നാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിലെ അടുത്ത വാചകത്തിൽ പറയണം, അല്ലാത്തൊരു ഈ നന്ദി കാണിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് വേണ്ടിയാണ്. ആരെങ്കിലും നന്ദി കാണിച്ചാൽ അത് അവന് വേണ്ടിയാണ് എന്നല്ല പറയാൻ. അതിന്റെ ഉപകാരം അവനാണ്. ആ നന്ദി കാണിക്കുന്നതിന്റെ ഉപകാരം അവനാണ്. അത് വല്ലാത്തൊരു പ്രയോഗമല്ലേ? അതുകൊണ്ട് തന്നെ മനുഷ്യൻ നോക്കൂ, വല്ലാഹു, അടുത്ത വാചകം അല്ല പറയാണ്, 16-ാം അധ്യായം 78-ാമത്തെ വചനാണ്. ഒരുപാട് പഠിക്കാനുണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. ആയത്ത് അവസാനിക്കുന്ന അങ്ങനെയാണ്. ആയത്തിന്റെ അവസാന ഭാഗമാണ് ശ്രദ്ധ. നിങ്ങളുടെ മാതാക്കളുടെ, ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഏതിനു ശേഷം? ഖലഖം മിൻ ബാദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. സൂറത്തു സുമറിലെ 6-ാമത്തെ വചന. കാരണം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനത്തിൽ എന്താ ഉള്ളത്? ഔലിയാക്കളെ പിന്നാലെ പോകുന്നവർന്നല്ല, അതിന്റെ തുടർച്ചയത്. അവിടെ അള്ളാഹ് പറയാണ്, മനുഷ്യനെ 3 ഇരുട്ടറകൾക്കുള്ളിൽ അള്ളാഹ് സൃഷ്ടിച്ചു. അവിടെ പറയുന്നത് എന്താണ്? ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ അള്ളാഹ്, നിങ്ങളുടെ റബ്ബ് അങ്ങനെയുള്ളവനാണ്. ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന് രൂപകൽപ്പന ചെയ്യുന്നവനാരോ അവന് നന്ദി കാണിക്കൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇവിടെ എന്താ പറയുന്നത്? അങ്ങനെ നിങ്ങൾക്ക് കേൾവി നൽകി, നിങ്ങൾക്ക് കാഴ്ച നൽകി, നിങ്ങൾക്ക് ചിന്താശേഷി നൽകി. ഇതൊക്കെ നൽകിയതിനെ കുറിച്ചുള്ള ദിക്റുള്ളിടത്തെ ശുക്റുണ്ടാകുള്ളൂ. ശുക്റുണ്ടാകണമെങ്കിൽ ദിക്റുണ്ടാകണം. ആ ദിക്ർ എന്താണ്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്താ? അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. സൂറത്ത് റഅദ് 13-ാം അധ്യായം 28-ാമത്തെ വചന. അല്ലാഹനെ ഓർക്കുക വഴിയാണ് മനസ്സ് ശാന്തമാകുന്നത്. നോക്കൂ, സ്വന്തം ശരീരത്തെ മാത്രം നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കിടന്ന ഒരാളാണ്. എല്ലാ ദിവസവും ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. എല്ലാ ദിവസവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉപ്പയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഉപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ. ഞാൻ പറയുന്നത്, എത്രയോ രോഗികൾ, കാലില്ലാത്തവർ, കൈയില്ലാത്തവർ, കണ്ണില്ലാത്തവർ, മുച്ചിറിയന്മാരായിട്ടുള്ള ആളുകൾ, ഹാൻഡിക്യാപ്പ് നമ്മൾ പറയുന്ന ഈ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സൂറത്തുൽ 20-21 വചനം വായിച്ചു നോക്കി നിങ്ങൾ. ഈ ഭൂമി അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങളുടെ നഫ്സാകട്ടെ അത്ഭുതങ്ങളുടെ, അത്യത്ഭുതങ്ങളുടെ, എത്ര വായിച്ചാലും തീരാത്തൊരു മഹാപുസ്തകത്തിന്റെ കോടാനുകോടി വായനക്കാർ ഒന്നിച്ചിരുന്ന് വായിച്ചാൽ തീരാത്ത കോടാനുകോടി അത്ഭുതങ്ങളുടെ കേന്ദ്രമാണ് ഒരു വിരലടയാളം പോലും. ലോകത്തെവിടെ മനുഷ്യർ ജനിച്ചാൽ അവരുടെ വിരലടയാളം വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ ആ വലിയ അത്ഭുതമായി അള്ള പറഞ്ഞാണ്. അള്ള ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പടച്ചോ നിങ്ങളെ എല്ലിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണോ എന്നുള്ള ചോദിക്കുന്നു. ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഗ്രഹങ്ങളാണ് ഉണ്ടാവും. എല്ലാവർക്കും ഒരേപോലത്തെ അനുഗ്രഹം ഉണ്ടാവില്ല. ചിലക്ക് ആൺകുട്ടികളുണ്ടാവും, ചിലക്ക് പെൺകുട്ടികളായിരിക്കും, ചിലക്ക് ആണും പെണ്ണും ഉണ്ടാവും. ചിലക്ക് ആദ്യത്തെ 2 മക്കൾ നല്ലതായിരിക്കും, രണ്ടാമത്തെ 2 മക്കൾ എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരായിരിക്കും, രോഗികളായിരിക്കും.
റോഡ് സൈഡിൽ വീടുള്ളവരുണ്ടാവും, ഒരു കുന്നിന്റെ മുകളിൽ വീട് വെച്ച് കൂടേണ്ടവരുണ്ടാവും, 2 സെന്റിൽ എന്തൊക്കെ മറച്ചു കെട്ടി ജീവിക്കുന്നവരുണ്ടാവും, കാറുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, ജീവിതത്തിൽ ആരോഗ്യമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, കിഡ്നി തകരാറുള്ളവരുണ്ടാവും, ഹൃദയം തകരാറുള്ളവരുണ്ടാവും, ഇതൊന്നുമില്ലാത്ത ആരോഗ്യവാന്മാരുണ്ടാവും, ഒരു മുട്ടുസൂചിയുടെ വലുപ്പത്തിൽ പോലും ശരീരത്തിന് പ്രയാസമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ള എല്ലാവരും ഇരുന്നിട്ടൊന്ന് ആലോചിക്കും. അള്ള തന്ന, ഞാൻ ഇന്നും വല്ലാഹി ഇന്നും എനിക്ക് റോബസ്റ്റ പഴം ഒരു പഠനമാണ്. ഞാൻ ഇന്നും ഈ മറ്റുള്ള പഴങ്ങളെ അപേക്ഷിച്ച് റോബസ്റ്റയുടെ പഴത്തിന്റെ ആ കാമ്പുണ്ടല്ലോ, അതിനെക്കുറിച്ച്, ആ സോഫ്റ്റ്നെസ്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു. ഞാൻ ഇന്നും അതിലൊരു കഷ്ണം എടുത്തിട്ട് ഞാനിങ്ങനെ മുന്നിൽ വെച്ചുകൊണ്ട് നാഥ, മൃഗങ്ങൾ മൂത്രമൊഴിക്കുന്ന വാഴമരട്ടിന്റെ ചുവട്ടിൽ മാലിന്യങ്ങളുള്ള മീനും അതുപോലെ പലതും മുറിച്ചതിന് ശേഷം അതിന്റെ ആവശ്യമില്ലാത്തത് നമ്മൾ എല്ലാ വേസ്റ്റ് വാട്ടർ നമ്മൾ ഈ വാഴമുരട്ടിലേക്ക് അവിടെ നിന്നുകൊണ്ട് ഈ റോബസ്റ്റ പഴം നിർമ്മിച്ചെടുക്കുമ്പോൾ കല്ലില്ലാത്ത, മണ്ണില്ലാത്ത, മണ്ണിന്റെ ചുവയില്ലാത്ത, വെള്ളത്തിന്റെ വേറൊരു സംഭവമില്ലാത്ത ഇത്ര മനോഹരമായ ഈ റോബസ്റ്റ പഴം നാഥ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മനുഷ്യകുലത്തിന് ആർക്കും പരിശ്രമിച്ചാൽ സാധിക്കാത്ത ഓരോ ഫ്രൂട്ടിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ടേസ്റ്റിനെ ആരാണ് മനുഷ്യർക്ക് എന്തുത്തരമാണുള്ളത്? ആരാണെന്ന ഉത്തരമാണുള്ളത്? അല്ല പറയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. സൂറത്ത് ബഖറയിലെ 29-ാമത്തെ വചനമാണ്. ഈ ഭൂമിയിൽ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി, ലോകത്തെന്തുണ്ടോ അത് മനുഷ്യർക്ക് വേണ്ടി, ഡയറക്റ്റോ ഇൻഡയറക്റ്റായി മനുഷ്യർ ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാത്തതോ ആയ, കണ്ടതോ കാണാത്തതോ ആയ എല്ലാം മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഖുർആനിന്റെ വീക്ഷണം. എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നമുക്ക് അല്ലാഹു നൽകിയ ഓരോ നിയമത്തിനെ കുറിച്ച് ആലോചിക്കും. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ഏത് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു, ഒരു തുള്ളി വെള്ളമിറക്കാൻ പാടുപെടുന്ന, ഇത്ര വെള്ളേ കുടിക്കാവൂ, ഇത്രേ കുടിക്കാവൂ എന്ന് കിഡ്നി രോഗം വരുമ്പോൾ, ഡയാലിസിസ് ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു പ്രയാസത്തെ വർണ്ണിക്കാൻ വാക്കുകളില്ലാത്തതാണ്. മനുഷ്യരെ, ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കേണ്ട ഒരു ബാധ്യത അള്ളാഹു നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് അവിടെ അള്ളാഹു അவ்விதം സംസാരിക്കുന്നത്. ഇതൊക്കെ തന്നു, പക്ഷെ നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. സൂറത്ത് മുൽക്കിലാണ്, 60-ാം അധ്യായമാണ്, 23-ാമത്തെ വചനമാണ്. എന്താ അള്ളാഹു പറയുന്നത്? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത്, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ അവനാണ്. കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നു. ശരിയല്ലേ? എല്ലാവരും ആലോചിച്ചു. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തെടുത്തു പറഞ്ഞ് ഇതിന് നന്ദി കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്നതും എന്റെ റബ്ബെനിക്ക് തന്നതാണ്. ഞാൻ റബ്ബിനൊരിക്കൽ ഓരോന്നും, നമ്മൾ സാധാരണ ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയാൻ, എനിക്കതില്ല, എനിക്കിതില്ല, ആ വീട്ടുകാർക്കുള്ളതൊന്നും ഇവിടെ ഇല്ല, പലർക്കുള്ളതൊന്നും ഇവിടെ ഇല്ല എന്ന് നമ്മൾ എണ്ണുകയാണ്. എന്നാൽ ഉണ്ട് ഒന്നെന്ന് എണ്ണാൻ പഠിച്ചു നോക്കിങ്ങൾ. ഞാൻ ഇവിടെ ഇത് വലിയൊരു തത്വമായിട്ട് എടുത്തോളൂ. ഇല്ല എന്ന് പറയുന്നതിന് പകരം ഉണ്ട് എന്നൊന്ന് എണ്ണി നോക്കിയേ. എനിക്ക് ഈ ഭൂമിയിൽ അല്ലാഹു എന്നെ സൃഷ്ടിച്ചു, മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുത്തി. അൽഹംദുലില്ലാ, പന്നിയും പട്ടിയുമായ എന്റെ നാഥൻ എന്നെ സൃഷ്ടിച്ചില്ല, പുഴുവായ എന്റെ നാഥൻ എന്നെ സൃഷ്ടിച്ചില്ല. മനുഷ്യൻ എന്ന വലക്കത് കർറംനാ ബനി ആദം, അല്ലാഹ് ആദരിച്ച കൂട്ടത്തിൽ അല്ലാഹു എന്നെ സൃഷ്ടിച്ചു. തകരാറില്ലാത്ത കാലുകൾ തന്നു. എനിക്ക് കാലുകളുണ്ട്, എനിക്ക് കൈകളുണ്ട്, എനിക്ക് കണ്ണുകളുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്കൊരു ചെറ്റക്കുടിലാണെങ്കിലും ചെറ്റക്കുടിലുണ്ട്. മറുഭാഗത്തോ കാലില്ലാത്തവരുണ്ട്, കൈയില്ലാത്തവരുണ്ട്, അവരുടെ ഇടയിൽ ഞാൻ ആരാ? ഇതൊക്കെ ഉള്ള ഒരാളാണ്. അൽഹംദുലില്ലാഹ്. പ്രസിദ്ധമായ ഒരു ഹദീസ്, വളരെ ശ്രദ്ധേയമായ തിരുദൂതരുടെ വചനസാഗരങ്ങളിൽ നിന്ന് എത്ര ചിന്തിച്ചാലും എത്ര ഗവേഷണം നടത്തിയാലും അത്ഭുതകരമായ മോട്ടിവേഷൻ നൽകുന്ന ഒരു ഹദീസ്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു അല്ലാ തശ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. ആ ഹദീസ് പൂർണ്ണമായിട്ടൊന്ന് കിട്ടൂക്കേ. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴെ ഉള്ളവരിലേക്ക് നോക്കുക. വല്ലാത്തൊരു, നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക്. അപ്പോഴാണല്ലോ അവർക്കുള്ളത് നമുക്കില്ല എന്ന പ്രശ്നം വരുന്നത്. നമുക്കുള്ളതൊന്നും ഇല്ലാത്ത ഒരു ജനതയിൽ വെച്ച് ഇതുണ്ട് അവരെക്കാൾ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ, ജീവിതം പോസിറ്റീവായിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും. അങ്ങനെ പറഞ്ഞ് ശീലിച്ചു നോക്ക്.
വേണ്ടതൊക്കെ പോട്ടെ, അംബാനിക്കും ബിൽഗേറ്റ്സിനും ടാറ്റക്കും ബിർലക്കും കൊടുക്കാത്ത എന്തോന്ന് കിട്ടിയവരാണല്ലോ പള്ളിയിൽ ഇരിക്കുന്നത്. അതെന്താ? ഹിദായത്ത് ഇബ്രാഹിം നബീന്റെ ബാപ്പാക്ക് കൊടുക്കാത്ത, നൂഹ് നബീന്റെ മകനും നൂഹ് നബീന്റെ ഭാര്യക്കും കൊടുക്കാത്ത, മുഹമ്മദ് നബിയുടെ വലിയ വലിയ മൂത്താപ്പാർക്ക് കൊടുക്കാത്ത, അത് കിട്ടിയ പോക്കരും മൊയ്തീനും ജബ്ബാറും ഖാദറും ഒക്കെ തിരിക്കുന്നത്. എങ്കിൽ പറയൂ, ഇല്ല എന്നതാണോ പറയേണ്ടത്, ഉണ്ട് എന്നതാണോ പറയേണ്ടത്? എനിക്ക് 5 മക്കളുണ്ട്, 3 ഗൾഫിലാ. സാരല്ല, 2 ജോലി ഇല്ലാത്തുള്ളൂ, സാരല്ല. ഖാദറാജിക്കാന്റെ 8 മക്കളതാ, 8 മക്കൾ രോഗികളാ. ഞാൻ കാസർഗോഡ് പോയപ്പോ ഒരു ഉമ്മാക്ക് ജനിച്ച 4 മക്കളും രോഗികൾ, ഒരാൾ പോലും അവിടെ അല്ല. എന്റെ കുടുംബത്തിലൊരാളുണ്ട്, ആരോഗ്യദൃഢഗാത്രരായ മക്കളായിരുന്നു. 4 ആൾക്കും പിന്നീട് ഒരു തരം തളർച്ച വന്നു. കാലിൽ സ്വാധീനമില്ലാത്ത, കൈക്ക് സ്വാധീനമില്ലാത്ത ആളുകളായിത്തു. ഞാൻ എപ്പോഴും കാക്കാനോട് പറയും, ആ വീട്ടിൽ ചെന്നിട്ട് സാരമില്ല, റബ്ബിന്റെ പരീക്ഷണമാണ്. മക്കൾക്ക് ബുദ്ധിക്ക് മോശമില്ലല്ലോ, അങ്ങനെ ചിന്തിക്കൂ. നടക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ കുറച്ചൊരു പ്രയാസത്തോടു കൂടി. അത്ര പോലും നിരങ്ങി നടക്കുന്നവർ ഉണ്ടോ ഈ ഭൂമിയിൽ? ഉണ്ട് കാക്ക. അത് നോക്കൂ, അതിന്റെ മേലെയുള്ളവരിലേക്ക് നോക്കരുത്. ആ വീട്ടിൽ ഇതൊന്നും അല്ല, നമുക്കുള്ളതൊന്നും പലർക്കിൽ. ഹദീസിൽ എന്താ ഉള്ളത്? ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകക്കും. പിന്നെ പറയുന്ന വാചകം എന്താ? അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. റബ്ബ് നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളെ മേലേക്ക് നോക്കിയാൽ പറ്റൂല. അപ്പൊ നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ. അല്ലാഹ് നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾക്ക് നിസാരമായി തോന്നാതിരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഒന്നുമില്ലാതെ വന്ന നമ്മൾ, മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വന്ന നമ്മൾ, എല്ലാം നേടിയിട്ടും ഒന്നുമില്ല എന്ന് പറയുന്ന നന്ദികേടില്ലേ? ആ നന്ദികേട് പടച്ചോൻ പറയുന്നൊരു വാചകൻ, അതൊരു വല്ലാത്ത വാചക. സൂറത്ത് ഇബ്രാഹിമിലാണ്. നോട്ട് ചെയ്ത് മനസ്സിൽ വെച്ചിട്ട് പോയിക്കൊള്ളി. 14-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. അതിലെന്താ അല്ലാഹ് പറയുന്ന അറിയോ? വൈദ് തഅദ്ദന റബ്ബുക്കും, വല്ലാത്തൊരു പ്രയോഗ. വൈദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. അറബി ഭാഷ അറിയാവുന്ന പലരും വിശ്വാസത്തിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ പ്രയോഗത്തെ കുറിച്ച്, നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ച് ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ ചെയ്ത അനുഗ്രഹം നിങ്ങൾക്ക് അത് വ്യത്യസ്തമാണ്. എനിക്കില്ല നിങ്ങൾക്കില്ല, നിങ്ങൾക്കില്ല എനിക്കില്ല, അങ്ങനെ പലർക്കും വ്യത്യസ്ത. അല്ലാഹ് എന്താ പറയുന്നത്? നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ വർദ്ധിപ്പിച്ച് തരും. അള്ളാന്റെ, അതായത് അല്ലാഹ് അവിടെ യുക്തിവാദിയെന്നോ നിരീശ്വരവാദിയെന്നോ ഒന്നും, ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ രാജ്യത്തെയോ ദേശത്തെയോ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. എന്നിട്ട് നിങ്ങളെങ്ങാനും നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്. ഇതെപ്പോഴും ഓർത്തോളി. അല്ലാഹ് ചെയ്ത നിഅമത്തിന് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നന്ദിയോടുകൂടി ഓർത്താ മതി. പടച്ചോനെ, ഇതൊന്നും എന്റേതല്ല റബ്ബേ, ഇതൊക്കെ നീ തന്നതാ, ഞാൻ നിന്നോട് നന്ദിയുള്ളവനാണെന്നുള്ളൊരു ഹൃദയം. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം 2000 മേൽത്തരം കുതിരകൾ അദ്ദേഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ, ശരിക്കും മനസ്സിലാക്കണം, അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ 2000 കുതിരകൾ മുന്നിൽ വന്നപ്പോ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്, ഞാൻ രാജാവാണ്, ഞാൻ ഉപയോഗിക്കും. പക്ഷേ എന്റെ റബ്ബ് തന്നതാണ് എന്ന ബോധം മറന്നുകൊണ്ട്, അഹങ്കാരത്തിന്റെ തരിമ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനതൊന്നും ഉപയോഗിക്കില്ല. ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കണ്ണിമ വെട്ടി തുറക്കുന്നതിന് മുമ്പ് ഹാജരായപ്പോൾ, അവിടേക്ക് സമാഗതമായപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? ഹാദാ മിൻ ഫളിൽ റബ്ബി. നമ്മളൊക്കെ അവിടെ നിർത്തും. ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ശ്രദ്ധേയമായ വാചകമാണ്. 27-ാം അധ്യായം 40-ാമത്തെ വചനമാണ്. ഹാദാ മിൻ ഫളിൽ റബ്ബി, എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. ഇതൊക്കെ ഞാൻ വെട്ടിപ്പിടിച്ചാണ്, ഞാനാരാ മോൻ എന്നതല്ല, ഇതൊക്കെ എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. എന്തിന്? എന്നെ പരീക്ഷിക്കാൻ. എന്തു പരീക്ഷിക്കാൻ? ഞാൻ നന്ദിയുള്ളവനാണോ, ഞാൻ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിക്കാൻ. അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ ജീവിതത്തെ കാണുകയും അങ്ങേയറ്റത്തെ നന്ദിയുള്ളവരാകാൻ നാം ശ്രമിക്കുകയും വേണം. പ്രവാചകന്മാരുടെ മനസ്സത് നന്ദിയുള്ള, അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ കടപ്പാടുള്ള, അല്ലാഹ് ചെയ്തു എന്നതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹമായി അവർ മാറുകയുണ്ടായി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക. ഇനി ഞാൻ പറയുന്നേ ഖുർആന്റെ വചനം. ഞാൻ ഇതുവരെ പറഞ്ഞ വചനം നിങ്ങളോട് പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ ഈ വചനങ്ങളൊന്ന് ഓർത്തു വെക്കണം. കാരണം ഈ വചനം ചില പ്രാധാന്യത്തെ പഠിപ്പിക്കുന്നു. 40 വയസ്സായാൽ അല്ലാഹ് പറയാണ് 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ, പരിപക്വതയുടെ പ്രായത്തെക്കുറിച്ചാണ് പറയുന്നത്. 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, അങ്ങനെയുള്ളൊരു കുടുംബത്തിന്റെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് ആ 40 എത്തിക്കഴിഞ്ഞാൽ ആ കുടുംബനാഥനായ ആളുകൾ, ഞാനാണെങ്കിൽ നിങ്ങളിൽ ഒരാള്, പാപ്പുണ്ട്, ഉമ്മണ്ട്, അവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇങ്ങനെ ഒരു പശ്ചാത്തലം മനസ്സിൽ കൊണ്ടുവരിക. അല്ലാഹ് പറയാട്ടോ. 46-ാം അധ്യായം 15-ാമത്തെ വചനാണ് സൂറത്ത് അഹ്കാഫ്. 46-ാം അധ്യായം അതാണ് സൂറത്ത് അഹ്കാഫ്. ആ അധ്യായത്തിന്റെ 15-ാമത്തെ വചനം. ഇത് നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ്. ഈ സുന്നത്ത് നടപ്പാക്കേണ്ടതാണ്, നിർബന്ധമായി നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് ആ 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ അവന്റെ കുട്ടിത്വമൊക്കെ പറഞ്ഞു, മാതാവിന്റെ ഗർഭപാത്രം പറഞ്ഞു, മാതാവിന് നന്ദി കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ നമ്മുടെ സമയക്കുറവുണ്ട്. ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമലൻ സ്വാലിഹൻ തർളാഹു ഫഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇത് ശരിക്ക് 40 വയസ്സെത്തിയാൽ അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കും. അപ്പൊ 40 വയസ്സെത്തുന്ന ഏതൊരാളും ഈ പ്രാർത്ഥന നടത്തുന്ന ആളാകണം. നമ്മൾ പല പ്രാർത്ഥനകളും നടത്താറുണ്ട്. എന്താണ് ആ പ്രാർത്ഥനയുടെ പൊരുള്? തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് മനുഷ്യനോട് അനുശാസതാണ് വവസൈനൽ ഇൻസാൻ തുടക്കം പറയുന്നത്. ഇനി പറയുന്ന കാര്യം നോക്കൂ. അങ്ങനെ അവൻ 40 വയസ്സെത്തിയാൽ അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കും: എന്റെ രക്ഷിതാവേ. ഞാനിവിടെ ചോദിക്കാം, 40 കഴിഞ്ഞ ഒരുപാട് ആൾ ഈ സദസ്സിലുണ്ട്. 40 കഴിഞ്ഞ് 60-ലെത്തി, 60 കഴിഞ്ഞ് 70-ലെത്തിയവരും ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാവും. 40 വയസ്സായ ഒരുപാട് ആളുകളുണ്ടാവും. 40-ലേക്ക് എത്തി വരുന്നവരും ഉണ്ടാവും. ഇങ്ങനൊക്കെ ഉണ്ടാവും. നമ്മുടെ പ്രാർത്ഥനയിൽ ഇത് വരാറുണ്ട്. എന്താ അല്ലാഹ് പറയുന്നത്? എന്റെ നാഥ, നീ എനിക്ക് പ്രചോദനം നൽകണമേ. എന്തിന്? എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ. എങ്ങനെ? എന്റെ മാതാപിതാക്കൾക്ക് നീ ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എക്സ്ട്രാ ഒരുപക്ഷെ എനിക്കും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ മാതാപിതാക്കൾക്കും 40 വയസ്സെത്തിയ ഒരാളുടെ ദുആ 46-ാം അധ്യായം 15. ഇന്ന് പോയിട്ട് ആ പ്രാർത്ഥന പഠിക്കുക. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി. നിങ്ങൾ ദുആ പഠിക്കുക. ആ ദുആയിൽ പറയുന്നതാണ് എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന സത്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. 40 വയസ്സുകാരന്റെ പ്രാർത്ഥനയാണ്. എന്റെ സന്തതികളിൽ നീ എനിക്ക് നന്മ ഉണ്ടാക്കി തരികയും ചെയ്യണമേ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിനക്ക് കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു എന്ന വാചകമാണ് ഈ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രാർത്ഥനയും അനുബന്ധമായ ചിന്തയും നമ്മുടെ മനസ്സിൽ ശക്തമായി ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങേയറ്റത്തെ നന്ദിയുള്ള, പടച്ചവനോട് അങ്ങേയറ്റത്തെ കടമയുള്ള, നിങ്ങൾ ഏത് കാര്യം നിൽക്കോ, ഈ ലോകത്തേത് വസ്തു എടുത്തോ, ഈ ലോകത്തുണ്ടാക്കി എന്ത് മെറ്റീരിയൽസ് എടുത്തോ, ഒക്കെ അല്ലാഹ് ഉണ്ടാക്കിയല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, ഖുർആൻ പറയുന്ന ഒരു ആയത്ത്, സമയത്തിന്റെ കുറവുകൊണ്ട് ചുരുക്കി പറയാം. സൂറത്ത് ഹജ്ജിലെ 18-ാമത്തെ വചനം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്. പടച്ചോനെ, ആ ആയത്തിന്റെ അർത്ഥം എന്താ അറിയുന്നത്? അലം തറ, അവർ കാണുന്നില്ലേ? അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്, ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന് സുജൂദ് ശുക്റും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് അള്ളാഹ് എണ്ണുകയാണെന്ത്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും മൃഗങ്ങളും മരങ്ങളും പർവ്വതങ്ങളും പക്ഷികളും മൃഗാദികളും എല്ലാം, അവരിൽ ഒരാൾ പോലും നിഷേധിയില്ല. അവരിൽ ഒരാൾ പോലും ഒരു ഒറ്റ നക്ഷത്രത്തിലും യുക്തിവാദികളില്ല, ഒരൊറ്റ സൂര്യനിലും യുക്തിവാദികളില്ല.
ആകാശത്തിൽ ഒരൊറ്റ പറവയിലും യുക്തിവാദികളില്ല. ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? വകസീറും മിനൻ നാസി വകസീറും മിനൽ ഹഖ്. വല്ലാത്തൊരു പ്രയോഗം. മനുഷ്യരിൽ ചിലരും, ബാക്കി എല്ലാ ജീവജാലങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അവയെല്ലാം എന്ന് പറഞ്ഞു. മനുഷ്യനെ പറ്റി പറഞ്ഞപ്പോൾ മാത്രമല്ല പറഞ്ഞു അതിൽ ആരിഫ് ഹുസൈനുണ്ട്, അതിൽ ഇ എ ജബ്ബാറുണ്ട്, അതിൽ കലാനാഥനുണ്ട്, അതിൽ വിവരദോഷികളുണ്ട്, നന്ദി കെട്ടവരുണ്ട്. നന്ദി കെട്ട ഒരൊറ്റ മൃഗവുമില്ല. നായക്കൊരു നേരം ഒരു ഉരുള ചൂട് കൊടുത്താൽ അത് വാലിങ്ങനെ ആട്ടുന്നതാണ്. നിങ്ങൾ 1000 ഉരുള കൊടുത്താലും നിങ്ങളെ നെഞ്ഞത്ത് പ്രഹരമേൽപ്പിച്ച് നിങ്ങളെ എത്തീങ്കാനെ ചേർത്തി നിങ്ങളെ ചെങ്ങായി മുങ്ങും. അതാണ് മനുഷ്യർ. വകസീറും മിനൽ ഹഖ്. അതുകൊണ്ട് മനുഷ്യരോട് നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹിനോട് നന്ദി കാണിക്കാൻ കഴിയും. ഈ പോയിന്റ് ഓർക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.